പ്രൈസ് ദി ലോർഡ്. ഞാൻ സജോ കൊച്ചുപറമ്പിൽ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ദൈവയുടെ ആക്കിയൊക്കെയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെറിയൊരു ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, എല്ലാവർക്കും പരിചിതമായ ആ വാക്യം ഒന്ന് വായിക്കുന്നു. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നാം ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ശാസ്ത്രം പറയുന്നത് ഒരു വലിയ കൂട്ടിയിടിയിലൂടെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് ബിഗ് ബാങ് തിയറി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ഈ വചനം നമ്മളോട് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. നമ്മളവിടെ ചിന്തിക്കാൻ പോകുന്ന കാര്യം, സൃഷ്ടിപ്പ് നടക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു പ്രധാന കാര്യമാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ദൈവം അവിടെ ഇരുളിനെ സൃഷ്ടിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ അത് പാഴും ശൂന്യവുമായിരുന്ന ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നതിനാൽ അവിടെ ഇരുൾ വ്യാപരിക്കുകയായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. നമുക്കറിയാം, ആഴമെന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മാനുഷിക ചിന്തയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഴമെന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കടലിൻ്റെ ആഴത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട്, അറിവിൻ്റെ ആഴത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. ആ കോണ്ടക്റ്റിൽ ഒരു സൃഷ്ടിപ്പ് നടക്കുന്നതാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പാണ്, പ്രധാനമായും ഭൂമിയുടെ സൃഷ്ടിയെപ്പറ്റി. സൃഷ്ടിപ്പ് നടക്കുന്ന സമയത്ത് പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കാതെ തന്നെ ഇരുള് വ്യാപരിക്കുകയായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ആ കോണ്ടക്റ്റിന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്, ഇന്നത്തെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക് നാം ഒന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ദൈവം സൃഷ്ടിച്ച നമ്മൾ പാഴും ശൂന്യമായി തീർന്നാൽ, ആർക്കും പ്രയോജനമില്ലാത്തവരായി, ഫലം പുറപ്പെടുവിക്കാത്തവരായി തീർന്നു കഴിഞ്ഞാൽ, അതിൻ്റെ മീതെ, നമുക്ക് മീതെ, നമ്മുടെ അറിവിൻ്റെ മീതെ ഇരുൾ വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ദൈവം പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസെ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. രാത്രി മുഴുവൻ ശിഷ്യന്മാരെല്ലാം അധ്വാനിച്ചു, പക്ഷെ അവർക്കൊന്നും ലഭിച്ചില്ല. അവർ ആ കടലിനെ പറ്റി നല്ല അറിവും അഗാധമായ ജ്ഞാനവും, കടലിൻ്റെ എവിടെ മീൻ ലഭിക്കുമെന്ന അറിവുള്ളവരാണ്. എന്നാൽ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക്, യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കുമ്പോൾ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം ലഭിക്കാനിടയായി. ആ മീൻകൂട്ടം ലഭിക്കാനിടയാകുന്നത് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുമ്പോഴാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം പാഴും ശൂന്യവുമായി കിടന്ന അനവധി സന്ദർഭങ്ങളുണ്ട്. ആർക്കും പ്രയോജനമില്ലാതെ നമുക്ക് തന്നെ നമ്മളോട് മടുപ്പ് തോന്നിയ അനേക കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാഴും ശൂന്യമായി പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക്, ആ പാഴും ശൂന്യവുമായി കിടക്കുന്ന നമ്മളിലേക്ക് ദൈവത്തിൻ്റെ വചനം അയച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപ്പ് നടക്കും. നമ്മൾ വീണ്ടും ഉൽപ്പത്തിയിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ, അവിടെ എങ്ങനെയാണ് പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ ദൈവം സൃഷ്ടിച്ചെടുക്കുന്നത്? തൻ്റെ വായിലെ വചനത്താലാണ് ദൈവം ആ ഭൂമിയെ സൃഷ്ടിച്ചെടുക്കുന്നത്. ആ ഭൂമിയിൽ അതത് തരം വൃക്ഷങ്ങൾ, അതത് തരം പക്ഷികൾ, മൃഗങ്ങൾ, ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ, ഇതിനെല്ലാം ദൈവം സൃഷ്ടിക്കുന്നത് തൻ്റെ വായിലെ വചനത്താലാണ്. ദൈവത്തിൻ്റെ വായിലെ വചനമാണ് നമ്മുടെ കയ്യിൽ ദൈവം നൽകി തന്നിരിക്കുന്ന ഈ വചനം. ഈ വചനം നമ്മൾ ദിനംതോറും ധ്യാനിക്കുമ്പോൾ നമ്മുടെ പാഴും ശൂന്യവുമായി കിടക്കുന്ന അവസ്ഥയിൽ അത് ജീവൻ പകരുകയും നമ്മുടെ ഉള്ളിൽ പുതിയ സൃഷ്ടിപ്പുകൾ നടക്കുകയും ചെയ്യും. അങ്ങനെ സൃഷ്ടിപ്പുകൾ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ഒന്നാണ്, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിന്ന് നമ്മളെ മറച്ചു പിടിക്കുന്ന
ആ ഇരുൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറും. നമ്മുടെ ഉള്ളിൽ വചനം പ്രകാശിക്കുമ്പോൾ നമ്മൾ തന്നെ വെളിച്ചമായി മാറുകയും നമ്മുടെ ഉള്ളിൽ തന്നെ വെളിച്ചം പകരുകയും ചെയ്യും. നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ആ വെളിച്ചം ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ, അതിൻ്റെ ആഴത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ആഴം നമ്മൾക്ക് വെളിപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അനേക മർമ്മങ്ങൾ, ദൈവിക മർമ്മങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ദിനങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതാണ്. ഒരു സൃഷ്ടിപ്പ് ദൈവം നടത്തി, എന്നാൽ അത് പാഴും ശൂന്യവുമായി കിടക്കുകയാണ്. ആ ശൂന്യമായി കിടക്കുന്ന, പാഴായി കിടക്കുന്ന അവസ്ഥയുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയുടെ മേൽ ദൈവത്തിൻ്റെ വചനം ഒരു വലിയ സൃഷ്ടിപ്പ് നടത്തേണ്ടതുണ്ട്. അതിന് നാം വചനം ധ്യാനിക്കേണ്ടതുണ്ട്. ഈ ദിനങ്ങളിൽ നമുക്ക് വചനം ധ്യാനിക്കാം, വചനം പഠിക്കാം, വചനത്തെ ആഴമായി ഗ്രഹിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രകാശിക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി മാറും. മറ്റുള്ളവർക്ക് നാം വെളിച്ചങ്ങളായി മാറും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം വെളിച്ചങ്ങളായി മാറും. നമ്മുടെ കുടുംബജീവിതത്തിൽ നാം വെളിച്ചങ്ങളായി മാറും. നമ്മുടെ സഭയ്ക്ക് നാം വെളിച്ചങ്ങളായി മാറും. അങ്ങനെ ആ വെളിച്ചം നമ്മുടെ ഉള്ളിലൂടെ ദൈവിക ജ്ഞാനത്തെ വെളിപ്പെടുത്തുവാനിടയായിരിക്കും. ഈ ദിനങ്ങളിൽ ദൈവിക മർമ്മങ്ങളെക്കുറിച്ചുള്ള ആഴത്തിൻ്റെ മീതെ വെളിപ്പെട്ട് കിടക്കുന്ന ചില ഇരുളുകൾ ഈ ദിനങ്ങളിൽ മാറ്റപ്പെട്ടുകൊണ്ട് ദൈവിക വചനത്തിലൂടെ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുന്നവരായി, അതിനെ ദിനംതോറും ധ്യാനിക്കുന്നവരായി തീർന്ന് ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.